ഇത് ഞങ്ങൾ രാവിലെ, ഇത് 16-ാം തീയതി രാവിലെ. ഇന്നലെ പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ക്ഷീണമായിപ്പോയി. പിന്നെ കിടന്ന് ഉറങ്ങി, ഫുഡ് അടിച്ചു. ഇന്നിപ്പം രാവിലെ ഒരുങ്ങി റെഡിയായി ഇറങ്ങി. അപ്പോഴാണ് ഓർത്ത വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലുക്ക്, ഞങ്ങളുടെ സ്പന്ദനം കാണാൻ പറ്റത്തില്ല കേട്ടോ, വോളണ്ടിയർ. അപ്പോൾ ഞാൻ നല്ല ഫ്രണ്ട്സിന്നൊരു കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പരിപാടിക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമുക്ക് സ്റ്റേജിലോട്ട് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അത് കാണിക്കാൻ പറ്റിയില്ല. ഫുഡ് അടിക്കാൻ രാവിലെ ഓടിപ്പോയി ഫുഡ് അടിച്ചു. അങ്ങനെ തിരിച്ചു വന്നു. പരിപാടിയൊക്കെ പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാം. അപ്പം നമുക്കിനി പോയി കാണാം പ്രോഗ്രാം. കുറേ പ്രോഗ്രാം, നമ്മുടെ എല്ലാവരുടെയും പ്രോഗ്രാം ഉണ്ട്. എൻ്റെ ഉണ്ട് കേട്ടോ, എൻ്റെ ഉണ്ട്. അത് ഇന്നല്ല, നാളെയാണ് നാടൻ പാട്ട്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഒരുപാട് പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ കാണാം. ഞാൻ കഴിച്ചു, ഇവളുമാർ കഴിച്ചില്ല. അപ്പോൾ ഞാൻ കൂട്ടിയിരിക്കാൻ വന്നതാണ്. ഇഡ്ഡലി സാമ്പാർ എന്താ വെട്ടി വീഴുന്നത്. അപ്പം ഇവളമാർ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളത് വീണ്ടും റൂമിലെത്തി. കണ്ടോ റൂമിൻ്റെ കോലം കണ്ടോ? ഒരുക്കം നടക്കുന്നേ ഉള്ളൂ. നമ്മുടെ പ്രോഗ്രാമൊക്കെ ഇപ്പോൾ 9 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ആവത്തേ ഉള്ളൂ. അപ്പോൾ അത് അപ്പോഴത്തേക്ക് അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. അല്ല, എൻ്റെ വ്യൂവേഴ്സിനോടാണ് ഞാനീ പറയുന്നത്, അല്ല നിന്നോടൊക്കെയല്ല. എന്താ എൻ്റെ ഫ്രണ്ട്സിനോടാണ് പറയണത്. ഇതിനകത്തിൽ അപ്പോൾ ഒരുക്കം കഴിഞ്ഞിട്ട് നമ്മൾ പോവാം. ആ മ്യൂസിക് കേട്ടപ്പോഴും മനസ്സിലായി. ഞാനിവിടെ നിൽക്കട്ടെ. വീഡിയോ ഇനി എന്താണ് കമ്മൽ. അത് കഴിഞ്ഞ് എന്താ പണിയെന്നറിയാം, ബഡ്സ്. ഓ ബഡ്സ് ഇട്ടിങ്ങനെ ബഡ്സ് തല പൊക്കൽ, തല കാത്തു കണ്ണു മാത്രം. ഇവിടെ മയമും പാട്ടൊക്കെ കഴിഞ്ഞതാ.
ബാക്കി ഇനി കുറച്ച് നേരത്തേക്ക് ബ്രേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കണം. പിന്നെ ബാക്കി പ്രോഗ്രാംസൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ലൈറ്റ് മ്യൂസിക് നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. മൈമിന് കിട്ടിയില്ല, പക്ഷേ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഇനി ബാക്കിയൊക്കെ ഉച്ചയ്ക്കാണ്. അപ്പോൾ 2-3 സ്റ്റേജിലായിട്ടുണ്ട്. എല്ലാം ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ പറ്റുന്നതൊക്കെ മാക്സിമം ഞാൻ എടുത്തുതരാം കേട്ടോ, എടുത്ത് കാണിക്കാം. ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഇതൊന്ന് ഇതിൻ്റെ നന്ദിനി, പക്ഷെ അവളെന്ത് ഓ താങ്കളെ കാണിക്കൂ. വീഡിയോ എടുക്കണേ. വിദ്യാഭ്യാസവും പരിശീലനവും ഒക്കെ സനാത്മകവും പ്രവർത്തനങ്ങൾ സൗകര്യാത്മകവുമാക്കുക. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം പാങ്ങപ്പാറയിൽ പ്രവർത്തിക്കുന്ന CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി മെന്റലി ചാലഞ്ച് SIMCയുടെ നേതൃത്വത്തിൽ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള 9ാമത് ശ്രീമതി കെ ആൻസിയ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ കൊച്ചി ആൻസിയ മേഡത്തെ ഏറെ ബഹുമാനത്തോടെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചോളൂ. സ്പെഷ്യൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കലോത്സവത്തിന്റെ സ്പന്ദന 2003 ഞാൻ പങ്കെടുത്തു. ശ്രീ TJ അവർക്ക് SIMCയുടെ ഉപഹാരം നൽകുകയാണ്. ഉപഹാരം നൽകുന്നതിലേക്കായി ഡയറക്ടറെ ക്ഷണിച്ചു കൊടുക്കും. ഒപ്പം ഉപഹാരം സ്വീകരിക്കുന്നതിലേക്കായി മെമ്പറെ ക്ഷണിച്ചു കൊടുക്കും. ഞാൻ ഇല്ലായിരുന്നു, സാമ്പാർ ഇഷ്ടമല്ല. ഇതൊരു പുളിശ്ശേരി ഒന്നും തന്നൂടായിരുന്നു. തൈര് ഞാൻ പക്ഷെ എന്നും നോക്കോടി കുറച്ച് സലാഡ് ഉണ്ടോ ആ ഉപ്പ് കാണുമ്പോൾ ഞാൻ എന്നും സലാഡാണ്. ഇത്തിരി എരിവില്ലാത്തൊരു കറി വേണം അല്ലേ? മീനിന് എരിയാണ്, എരിയില്ലാത്തൊരു കറി. ഇത്തിരി മതിരിക്കുന്ന എന്തെങ്കിലും എന്നാലൊരു ബാലൻസ് ആകത്തുള്ളൂ. അതിന് മധുരത്തിന് പായസം ഗോതമ്പ് നുറുക്ക് ഗോതമ്പില്ലേ ആ പായസം എഴുത്തുകൊള്ളാം. എൻ്റെ അമ്മ വച്ച് തരുമ്പോൾ ഞാൻ തുടക്കില്ല, ഇവിടെ വന്ന് പിന്നീട് മീൻ എല്ലാം ടൂണ. കൈയൊക്കെ ഹൃദയത്തിൽ ചേർക്കൊരമ്മ
അവൾ അർഹിക്കുന്നു. പാർത്ഥനെ അവൾ കൂടുതൽ പ്രണയിച്ചിരുന്നു. ഗംഗേ 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 യമുനേ 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 ഇവിടുത്തെ എക്സ്പ്രഷൻ എടുക്കുക. എൻ്റെ ഭഗവാനെ ഓച്ചറോലിച്ച ഒന്നാം സ്ഥാനം നേടിയത് കോഡ് നമ്പർ 2. രണ്ടാം സ്ഥാനം കോഡ് നമ്പർ 233 ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം കോഡ് നമ്പർ 232. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടോ. നൈറ്റിൽ നമ്മുടെ ഡിന്നറും അപ്പവും മുട്ടക്കറിയുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പോയി കിടന്നുറങ്ങാൻ പോണ്. ഇനിയിപ്പം നാളത്തെ പരിപാടി കാണാം.